ഇന്നത്തെ സെൻസേഷണൽ ന്യൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പീഡന കേസാണ്. സമൂഹത്തിന് ഇതിന് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പീഡന കേസുകൾ പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിനെ 2 BHK വീടെടുത്ത് വിളിച്ചു വരുത്തി അവർ തമ്മിൽ ഉഭയകക്ഷി പ്രകാരം പീഡനം നടന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ടം SITക്ക് മൊഴി കൊടുത്തിരിക്കുന്നത്. മറ്റൊരു മേഡം പറയുന്നത് എന്താണ്, സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരം ആരുമായി ബന്ധപ്പെടണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അതെൻ്റെ ഇഷ്ടമാണ്. പ്രതിഭാഗത്ത് നിൽക്കുന്ന പുരുഷനത് താല്പര്യമില്ലെങ്കിൽ അത് പീഡനം തന്നെയാണ് വരാൻ പോകുന്നത്. സമൂഹത്തിൽ എന്തെല്ലാമോ വിളിച്ചു പറയുന്നു, ജനങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്നുള്ളത് ഈ ഭരണകക്ഷിയും പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് നവീൻ ബാബു കേസ്, കണ്ണൂരിലുള്ള നവീൻ ബാബു പാർട്ടിയിൽപ്പെട്ട ഒരു ആളായിരുന്നു. അങ്ങോരുടെ കേസിനെ പറ്റിയിട്ടുള്ളത് ഒന്നും കേൾക്കാനില്ല. ഇനി സിദ്ധാർത്ഥ് എന്ന ഒരു ആയുർവേദ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു വയനാട്ടിൽ. ആ കുട്ടി മരിച്ചു. ആ കുട്ടി മരിക്കാൻ കാരണവും പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഈ കേസും എന്തായി എന്നുള്ളത് ഒരു വിവരവുമില്ല. ഇങ്ങനെയുള്ള സീരിയസ് ആയ കേസുകളാണ് ജനങ്ങളുടെ ഉള്ളിലുള്ളത്. അവർ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രീയക്കാരിൽ നിന്നും എന്തെങ്കിലും ഒരു നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന ഇങ്ങനെയുള്ള കേസുകളിലാണ്. ഈ കേസുകളിൽ നല്ല വിധികൾ അതിനനുസരിച്ചിട്ടുള്ളത് വരികയാണെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കും, ഇല്ലെങ്കിൽ പ്രതികൂലമായ രീതിയിൽ ചിന്തിക്കും. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഞാൻ ലൈംഗിക ബന്ധം ആരുമായി ബന്ധപ്പെടണം എന്നുള്ളത് എന്റെ ചോയ്സാണ്. ഇന്ത്യയിൽ നിയമപരമായി അങ്ങനെ പാടില്ല എന്ന് നിയമമില്ല.